Hello students, now in this video we will see the boundary conditions of electric displacement vector D. അപ്പോൾ നിങ്ങൾക്ക് familiar ആണ് boundary conditions electric field vector. Electric field vectorന്റെ boundary conditions നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് SAT ഒക്കെ ചോദിക്കുന്നതാണ്, നന്നായിട്ട് പഠിക്കാം. സോ അതെന്താന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. E perpendicular above minus E perpendicular below. അത് പറഞ്ഞാൽ you have a interface, അതിൽ E perpendicular below ഒരു ഇന്റർഫേസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് there will be a discontinuity. അതാണ് ഈ ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത്. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ബിലോ ഈ പെർപെൻഡിക്കുലർ അബോവ്, ഈ പെർപെൻഡിക്കുലർ ബിലോ മൈനസ് ഈ പെർപെൻഡിക്കുലർ അബോവ് മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ വിൽ ബി ഈക്വൽ ടു sigma divided by epsilon 0. It will be discontinuous by an amount of sigma by epsilon 0. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം, റിവൈസ് ചെയ്യാം. ഇനി അതേപോലെ പാരലൽ കമ്പോണന്റ് പറയുകയാണെങ്കിൽ ഈ പാരലൽ above minus E parallel below is equal to 0. That means that is the parallel component, and parallel component is continuous nu parayam. Parallel component of electric field across a boundary field across a boundary is continuous. ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ. പാരലൽ കമ്പോണന്റ് സെയിം ആണ്, ആൻഡ് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ്, ചേഞ്ചിങ് ബൈ an amount of sigma by epsilon 0. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ബൗണ്ടറി കണ്ടീഷൻസ്. ഇത് നമ്മൾ നോക്കുകയാണ് whether we can find out the conditions for the electric displacement vector. ഇതിനെ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ അത് തന്നെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് നോക്കാം. സോ D perpendicular above minus D perpendicular below is equal to എന്തായിരിക്കും? will be equal to sigma F എന്ന് വരും. അതായത് ഇതേ ഇക്വേഷൻ തന്നെ, ഇത് നമുക്കറിയാം. ഇതെങ്ങനെയാണ്? ഇതിനെ നമുക്ക് ഇതേപോലെ എഴുതാം. epsilon 0 E perpendicular above minus epsilon 0 E perpendicular below is equal to sigma F എന്ന് എഴുതാം. So this is equal to നമ്മൾ ഈ sigma epsilon 0 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ E perpendicular above minus E perpendicular below is equal to sigma F by epsilon 0 എന്ന് കിട്ടും. This is the same as this. ഈ equation സെയിം ആണ്, ഇതിന് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, this is the free charges. ഇത് നമ്മൾ ഡയലക്ട്രിക് ആയതുകൊണ്ട് ഇതിനെ സ്പെസിഫൈ ചെയ്തിട്ട് free charges എന്ന് പറയാണ്. ആൻഡ് ഇഫ് യു ആർ കൺസിഡറിങ് ഓൺലി ദ ഇലക്ട്രിക് ഫീൽഡ്, സിഗ്മ എന്ന് പറയുന്നത് അത് തന്നെ ശരിക്കും ഫ്രീ ചാർജസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പാരലൽ പെർപെൻഡിക്കുലർ കമ്പോണന്റിന്റെ. ഇത് നമ്മൾ നേരത്തെ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിനെ ഡിറൈവ് ചെയ്ത പോലെ തന്നെ ഒരു പേപ്പർ തിൻ പിൽ ബോക്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ഈ ഇക്വേഷൻ നമ്മൾ അതിൽ E.dA എന്നുള്ള ഇക്വേഷൻ ആണ് എടുത്തിട്ടുണ്ടാവുക, സർഫസ് ഇന്റഗ്രൽ E.dA എന്നുള്ള. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഇതെടുക്കാം, D.dA is equal to QF enclose എന്നുള്ള ഇത് വെച്ചിട്ട് ഇത് ഡിറൈവ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പെർപെൻഡിക്കുലർ കമ്പോണന്റിന്റെ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. D perpendicular above minus D perpendicular below is sigma F. അപ്പൊ ഇതിന്ന് നമുക്ക് ഇതിലേക്ക് എത്താം. യു ക്യാൻ കൺസിഡർ ഇതിന്റെ തന്നെ അനലോഗ് ആയിട്ട് തന്നെ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, D parallel above minus D parallel below. അപ്പൊ ഇതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു കൺസിഡർ ദിസ് ഇക്വേഷൻ D equal to epsilon 0 E plus P. ഓക്കെ, അപ്പൊ ഇതിന്ന് നമുക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പാരലൽ കമ്പോണന്റ് എടുത്തത് എങ്ങനെയാണ്?
ലൈൻ ഇൻറ്റഗ്രൽ എടുത്തിട്ടാണ്. അതായത് ഇ ഡോട്ട് ഡി എൽ എടുത്തു. ഒരു ചെറിയൊരു ഒരു ബൗണ്ടറിയിലൂടെയുള്ള ഒരു ചെറിയൊരു പാത്ത് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ ചെയ്യാം. ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ആൻഡ് പാരലൽ കമ്പോണന്റ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ചെയ്യാം. സോ നൗ വി ഹാവ് കൺസിഡറിങ് the d dot dl closed path d dot dl is equal to epsilon 0 e dot dl plus p dot dl. Okay, line integral. Okay, അപ്പോൾ ഇത് 0 ആയി പോകും and you will be left with the p dot dl. അപ്പോൾ ഇതിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. p dot dl 0 ആവില്ല. 0 ആവില്ല. നമുക്കറിയാം ഫോർ എ ഡയലക്ട്രിക് മെറ്റീരിയൽ ഇത് ഈ ഡെൽ ക്രോസ് പി ഇത് 0 ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് ഇതിന്റെ ഈ ഒരു ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോമിന്റെ ഇതിന്റെ ഇന്റഗ്രൽ ഫോം ആണിത്. ഇത് ഡിഫറൻഷ്യൽ ഫോം, ഇത് ഇന്റഗ്രൽ ഫോം. ഇത് 0 ആവുന്നത് ഓൺലി വെൻ ദർ ഇസ് സിമെട്രി. സിമെട്രി ഉള്ള സമയത്ത് ആണ് മാത്രമാണ് ഒരു ഡയലക്ട്രിക് സിമെട്രി ഇൻ ഡയലക്ട്രിക് മീഡിയം. ഡയലക്ട്രിക്കില് സിമെട്രി ഉള്ള പ്രോബ്ലംസിൽ മാത്രമേ ഉള്ളത് 0 ആവുള്ളൂ. അല്ലാത്ത സമയത്ത് ദിസ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് 0 ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഡി പാരലൽ above മൈനസ് ഡി പാരലൽ ബിലോ will be equal to p parallel above minus p parallel below. It depends on the parallel component of the electric displacement. Adinte boundary condition depends on the parallel component of the polarization vector. Okay, അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ദിസ് ഇസ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും, പോളറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, so this is the boundary condition for parallel component and perpendicular component. Perpendicular component is discontinuous by an amount of sigma f, and parallel component depends on the discontinuity in the polarization. Parallel component of polarization. Okay, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. Next we have the relation between susceptibility. What is electric susceptibility? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി നമ്മൾ നേരത്തെ തുടക്കം ഇതിന്റെ ഡൈപോൾസിന്റെ നോൺ പോളാർ മോളിക്യൂൾസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു ആൽഫ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ അറ്റോമിക് പോളറൈസബിലിറ്റി. അറ്റോമിക് പോളറൈസബിലിറ്റി ആണ് atomic polarizability. ഇനി if you have polarization P ആണ്, polarization capital P ആണ്, ഇതെന്താണ്, it is the dipole moment, induced dipole moment per unit volume. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ആണ്. ഇപ്പൊ N0 നമ്പർ ഓഫ് ഡൈപോൾസ് നിങ്ങളുടെ per unit volume ഉണ്ടെന്നുണ്ടെങ്കിൽ, if there are N0 എന്ന് പറയുന്നത് number of dipoles per unit volume ആണെങ്കിൽ then അങ്ങനെയാണെങ്കിൽ P നെ നമുക്ക് എന്ത് എഴുതാം, P equal to the polarization P is equal to എന്ത് എഴുതാം, N0 dipole moment P എന്ന് എഴുതാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ P polarization is equal to N0 into alpha E എന്ന് എഴുതാം. Pക്ക് പകരം എന്താ ആൽഫ ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. സോ N0 ആൽഫ ഇ എന്ന് പറയും. ഇനി ഇതിനെ the constant alpha and N0 എന്ന് പറയുന്നത് N0 into alpha. N0 എന്ന് പറയുന്നത് number of dipoles ആണ്, number of dipoles per unit volume. N0 into alpha എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഡൈപോൾസ് ഉണ്ട് അത് ഓരോന്നിന്റെയും അറ്റോമിക് പോളറൈസബിലിറ്റി. അത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് replaced by a pair of constant. അപ്പോൾ ഇതിനെ നമുക്ക് N0 ഇതിനെ നമുക്ക് ഈ ഇക്വേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് എപ്സിലോൺ 0 chi E എന്ന് എഴുതാം. This is replaced by this constants. അങ്ങനെയാണെങ്കിൽ P is called, polarization P is called epsilon 0
chi e എന്ന് എഴുതാം. ഓക്കെ, ഇത് atomic polarizability into number of dipoles ആണ്. This is equivalent to epsilon 0, that is permittivity of free space into susceptibility ആണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ chi e എന്നുള്ള ഈ കോൺസ്റ്റന്റിനെ പറയുന്നതാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. It can be measured as the amount of polarization that can be achieved within the dielectric medium when an electric field is applied. What is electric susceptibility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the amount of polarization that can be achieved within a dielectric medium when an electric field is applied. അപ്പം ഒരു മെറ്റീരിയലിൽ ഒരു ഇലക്ട്രിക് മീഡിയത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം എത്രത്തോളം പോളറൈസേഷൻ ഉണ്ടാവാം, അതിന്റെ ഒരു ക്വാണ്ടിറ്റി ആണ് ഈ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ചിട്ട് ഹൗ ദ മെറ്റീരിയൽ ഈസ് ഗെറ്റിംഗ് പോളറൈസ്ഡ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ എത്രത്തോളം പോളറൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന നമ്പറാണ് ശരിക്കും ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, ഇനി ഇതെല്ലാം ലീനിയർ ഡയലക്ട്രിക് മെറ്റീരിയലിനാണ്. ഇഫ് യു ഹാവ് എ നോൺ ലീനിയർ ഡയലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡയറക്ഷനിൽ ഓരോ വാല്യൂ, നമ്മളത് പറഞ്ഞിരുന്നു ജസ്റ്റ് തുടക്കത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ P = ε0 chi e എന്നുള്ളത് നോൺ ലീനിയർ ഡയലക്ട്രിക് മീഡിയം ആണെങ്കിൽ ഡയലക്ട്രിക്സ് ഈ ഇക്വേഷൻ ഇറ്റ് വിൽ നോട്ട് ഹോൾഡ് ഗുഡ്. ഇതിന് പകരം യു വിൽ ഹാവ് ഡിഫറെന്റ് വാല്യൂസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. സോ px, py, pz ഇങ്ങനെ ഒരു ടെൻസർ ആയിട്ട് നമുക്ക് അതിനെ എഴുതേണ്ടി വരും. ε0 ഇതിനെ chi e എന്ന് പറയുന്നത് പോളറൈസബിലിറ്റി ടെൻസർ ആയിരിക്കും. chi e xx, chi e xy, chi e xz, chi e yx, chi e yy, chi e yz, chi e zx, chi e zy, chi e zz. ഇതിനെ പറയുന്ന പേരാണ് പോളറൈസബിലിറ്റി ടെൻസർ എന്ന് പറയും. And this will be there only in the case of non-linear dielectrics. Okay, non-linear dielectrics ആണ് ഈ ഒരു susceptibility tensor. Polarizability tensor അല്ല, susceptibility tensor എന്നാണ് ഇതിന് പറയും. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡയറക്ഷനിൽ ഇതിന്റെ വാല്യൂ ഡിഫറെന്റ് ആവാം. അങ്ങനെ സമയത്താണ് നോൺ ലീനിയർ എന്ന് പറയുന്നത്. ദെൻ യു വിൽ നോട്ട് ഹാവ് വെക്ടർ ഇക്വേഷന് പകരം യു വിൽ ഹാവ് ടെൻസർ ഇക്വേഷൻ. ടെൻസർ ഫോം എന്ന് പറയാൻ ഇതിനെയാണ് ടെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് യു വിൽ സീ ദ റിലേഷൻ ബിറ്റ്വീൻ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആൻഡ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഈ റിലേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഇത് നോക്കാം. The relation between dielectric constant and electric susceptibility. ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള
relation. Dielectric constant represent ചെയ്യുന്നത് ഒന്നുകിൽ എപ്സിലോൺ ആർ എന്നാണ്, അല്ലെങ്കിൽ ഓർ കെ എന്ന് റെപ്രസെന്റ് ചെയ്യും. സസെപ്റ്റിബിലിറ്റിനെ കൈ ഇ എന്ന്. ഓക്കെ, എപ്സിലോൺ ഓർ അല്ലെങ്കിൽ കെ സസെപ്റ്റിബിലിറ്റിനെ കൈ ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഈ ഒരു ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, you have the relation D equal to epsilon 0 E plus P. Okay, ഇത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഇക്വേഷൻ ആണ്. അതിൽ പിക്ക് നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, പി ഈക്വൽ ടു എപ്സിലോൺ 0 കൈ ഇ ഇ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. ഓക്കെ, അപ്പോൾ എന്താ വരിക, 2 in 1 കൊടുക്കുന്ന സമയത്ത് you have D is equal to എന്ത് വരും, D is equal to epsilon 0 E plus epsilon 0 chi E E എന്ന് വരും. ഓക്കെ, ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി epsilon 0 1 plus chi E into E എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഡിയുടെ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഡി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഡി ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ എന്ന് എഴുതാം. ഓക്കെ, എപ്സിലോൺ ഇൻറ്റു ഇ എപ്പോഴാണ് ഈ ഇക്വേഷൻ വരിക, നമ്മൾ സാധാരണ എഴുതിയിട്ടുള്ളത് എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്നാണ്. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, ഇൻ ടേംസ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ഇലക്ട്രിക്, ഇതിന് നമുക്ക് എപ്സിലോൺ ഇ എന്ന് എഴുതാം. ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ. And epsilon is the absolute permittivity of the medium. Epsilon is the absolute permittivity of the medium. D equal to epsilon E എന്ന്. Epsilon is the absolute permittivity. Okay, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും you have equation number 3 and 4. This is 4. 3ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 3 and 4 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എപ്സിലോൺ 0 1 plus chi E into E is equal to എപ്സിലോൺ into E എന്ന് എഴുതാം. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡി ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ലീനിയർ ഡയലക്ട്രിക്. ഓക്കെ, നമ്മളിപ്പോൾ ഇനി കമ്പയർ ചെയ്യുക, ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എപ്സിലോൺ 0 1 plus chi E into E is equal to എപ്സിലോൺ E എന്ന് കിട്ടി. ഇത് രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ യു ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ എപ്സിലോൺ 0 1 plus chi E into E is equal to എപ്സിലോൺ E എന്ന് എഴുതും. ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1 plus chi E is equal to എപ്സിലോൺ divided by എപ്സിലോൺ 0 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം എപ്സിലോൺ ഈസ് എപ്സിലോൺ 0 എപ്സിലോൺ ആർ. അങ്ങനെയാകുമ്പം ഇതിനെ നമുക്ക് എന്ത് എഴുതാം, എപ്സിലോൺ ബൈ, ദാറ്റ് മീൻസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈസ് എപ്സിലോൺ ആർ. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ദിസ് വിൽ ബി 1 plus chi E is equal to എപ്സിലോൺ ആർ എന്ന് എഴുതാം. സോ 1 plus എപ്സിലോൺ ആർ വരുന്നത് എന്താണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഓർ കെ is equal to 1 plus chi E. This is an important result. You should remember this result. Okay, epsilon, this is equal to k is equal to 1 plus chi E. ഇതാണ് relation permittivity and susceptibility, where chi is the electric susceptibility. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എനർജി ഓഫ് എ ഡയലക്ട്രിക് സിസ്റ്റം പറയാം. ഓക്കെ, താങ്ക് യു.